ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഭയും കന്യാസ്ത്രീകളും ഒക്കെ വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നൊരു വാർത്തയുണ്ട്. ക്രൈസ്തവ സഭ നടത്തുന്ന ഒരു സ്കൂളിൽ 3 വയസ്സുള്ള കുട്ടി, മുതിർന്നവരെ കാണുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ രാധേ രാധേ എന്ന് പറയാറുണ്ട്, ഒരാശംസയാണ്, നമസ്കാരം പറയുന്ന പോലെ. അങ്ങനെ പറഞ്ഞതിന് ആ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു. വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അല്ലേ? അതെ, അത് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ പേര് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ്. മദറിൻ്റെ പേരിൽ മദർ തെരേസ ഒരു വിശുദ്ധ പദവിയൊക്കെ ഉള്ള ആളാണെന്നാണല്ലോ ഇവർ പറയാറ്. എന്ന് പറഞ്ഞാൽ ആ മദറിൻ്റെ പേരിൽ നടക്കുന്ന സ്കൂളിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇവാൻ കോൾവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് സഭയുടെ സ്കൂളാണെന്നുള്ള ഉറപ്പാണ്? അത് ഉറപ്പാണ്. ഇംഗ്ലീഷ് മീഡിയം മദർ തെരേസയുടെ പേരിൽ സഭ തന്നെ നടത്തുന്ന സ്കൂളാണ്. ദുർഗിലാണ്. ദുർഗ് ഈ കന്യാസ്ത്രീ നമ്മുടെ മലയാളി കന്യാസ്ത്രീകളെ ഹാജരാക്കിയ സെഷൻസ് കോടതിയൊക്കെ ഇരിക്കുന്ന സ്ഥലം, ഇവരൊക്കെ പോയ സ്ഥലം. പക്ഷെ ദുർഗ് ഒരു ഗ്രാമമൊന്നുമില്ല, വലിയ പട്ടണമാണ്. വലിയ പട്ടണമാണ്. അപ്പോൾ അവിടെയാണ് ഇത് നടന്നത്. പരിഷ്കൃതമായ ഒരു നഗരത്തിൽ നടത്തുന്ന മദർ തെരേസയുടെ പേരിലുള്ള സ്കൂളിലാണ്. അതെ, ദുർഗ്. അപ്പോൾ ഇതിപ്പോൾ ഈ കന്യാസ്ത്രീമാരുടെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട്, ഇത് സഭ ആയതുകൊണ്ടും വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് നന്നായിട്ട് ഇപ്പോൾ ഈ വാർത്ത പടർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മാധ്യമങ്ങൾ കൊടുക്കില്ല, വന്നിട്ടില്ല ഇതുവരെ വാർത്ത വന്നില്ല, കൊടുക്കില്ലായിരിക്കും. അപ്പോൾ ഇത് ഭാഗ്ധുമാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നന്ദിനി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലം. നഴ്സറി വിദ്യാർത്ഥിയാണ് ഈ കുട്ടി, 3.5 വയസ്സ്. അത് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത 115(2), 299 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-ാം വകുപ്പ് ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മതസ്പർദ്ധ എന്ന് പറഞ്ഞ വകുപ്പ്, മതവികാരം വ്രണപ്പെടുത്തുക എന്നുള്ള വകുപ്പ് ആണ് ഇതിൽ വന്നിരിക്കുന്ന ഒരെണ്ണം. മറ്റേത് കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്നത്, അതും ആ 2 വകുപ്പുമാണ്. ഈ കുഞ്ഞിനെ തല്ലി ഇവർ, ഈ പ്രിൻസിപ്പല്, എന്നിട്ട് ടേപ്പ് ഒട്ടിച്ചതിന് ടീച്ചർമാരെ കാണുമ്പോൾ ഈ കുട്ടി രാധേ രാധേ എന്ന് പറയും. ഒരു വിഷയാണല്ലോ ഇത്, ആശംസ. നമ്മൾ ആദ്യം കാണുമ്പോൾ നല്ലത് വരട്ടെ എന്ന് പറയുന്ന പോലെയല്ലേ? അത് നോർത്ത് ഇന്ത്യയിലൊക്കെ രാധേ രാധേ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ്. അത് വളരെ കോമണാണ്, അങ്ങനെ പറയും. ചിലര് ശ്രീറാം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇപ്പൊ അമൃതാനന്ദം ഈ മഠത്തിലേക്ക് നമശിവായ എന്ന് അവര് പറയും. അവരുടെ സൗകര്യമില്ല ഇത് എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ ഈ ഹിന്ദു ആശംസകൾ പാടില്ല എന്നാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നിട്ട് ഈ വായ കൊണ്ടാണല്ലോ കുട്ടി പറഞ്ഞത്. അപ്പോൾ തല്ലിയ ശേഷം ഈ വായിൽ ടേപ്പ് ഒട്ടിച്ചു. ഇതൊക്കെ FIR-ൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയത് കണ്ടു, ശരീരത്തിലുമൊക്കെ. എന്തു പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞത്. ടേപ്പ് ഒട്ടിച്ച കാര്യവും പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തു. 15 മിനിറ്റ് ടേപ്പ് ഒട്ടിച്ചു വന്നു ഈ ചുണ്ടിൽ. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞാണ് അത് ഊരിക്കളഞ്ഞത്. നന്നായി തല്ലുകയും ചെയ്തു. ടീച്ചർമാരെ കാണുമ്പോഴേക്ക് കുട്ടി കുറേ നാളായി ഇങ്ങനെ പറയുന്നുണ്ട് ഇത്. അപ്പോൾ പോലീസ് അലക്സാണ്ടർ കിറോ എന്ന് പറഞ്ഞ പോലീസ് ഇൻസ്പെക്ടറെ മാധ്യമങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് കുട്ടി പഠിച്ചില്ല എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമല്ല, പക്ഷെ അതിനേക്കാൾ ക്രൂരമാണ് ഈ പ്രിൻസിപ്പൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അവർ മതവികാരം വ്രണപ്പെടുത്തി. കുട്ടി ഇങ്ങനെ ആശംസിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചാശംസിക്കേണ്ട കാര്യമേ ഉള്ളൂ, അവർക്ക് സൗകര്യം പോലെ. പഠിക്കാത്തത് കുറ്റമാണെങ്കിൽ ടേപ്പ് ഒട്ടിച്ചത് അതിലും വലിയ കുറ്റമാണെന്ന് അലക്സാണ്ടറാ പറഞ്ഞത്. കുഴപ്പമില്ല, അലക്സാണ്ടർ കിറോ. അല്ല, നാരായണ വല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ സഭയ്ക്ക് വലിയ പ്രയാസമായി പോയത്. പക്ഷെ ഈ അലക്സാണ്ടർ പറയുന്നതിൻ്റെ അകത്ത് എനിക്കുള്ള ഒരു വിയോജിപ്പ്, ആ കുട്ടി പഠിക്കാതിരുന്നത് തെറ്റ് തന്നെ എന്ന് പറഞ്ഞെടുത്ത. 3.5 വയസ്സുള്ള കുട്ടി എന്ത് പഠിക്കാൻ? അത് നഴ്സറി ക്ലാസ് ആണ്. അങ്ങനെ അയാൾ അത്രയെങ്കിലും വെള്ളം പൂശിയെങ്കിലും ബാക്കി സമ്മതിച്ചല്ലോ. അപ്പോൾ ഈ സ്കൂളുകാരുടെ വേർഷൻ പഠിക്കാത്തതിന് ഞങ്ങൾ വഴക്ക് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്നാണ് സ്കൂളുകാർ പറഞ്ഞത് എന്നും
ഈ പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സംഗതി പോലീസ് ബോധ്യപ്പെട്ടു. കാരണം കുട്ടികളൊക്കെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എത്രയോ പേരും മൊഴി കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ എന്ത് പ്രക്ഷോഭം? അല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ എവിടുന്നോ ഈ നമ്മുടെ ചാനലുകാർ അവിടുത്തെ ഒരു MPയെ തപ്പിക്കിട്ട് വന്നിട്ടുണ്ട്. MPയെ കൊണ്ട് ഇന്നൊരു പ്രതികരണം ഇടിച്ചിട്ടുണ്ട്. MPയെ കൊണ്ട്, അതായത് ദുർഗിലെ MP. അവിടെ ഛത്തീസ്ഗഡിലെ ഏതോ ഒരു MP, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആരും ഇന്ന് 32 MLA-മാരുണ്ട് കോൺഗ്രസിന്. കോൺഗ്രസിന്റെ MP. അവരാരും ഇന്ന് വരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഇന്ന് നമ്മുടെ ചാനലുകാർ അങ്ങോട്ട് പോയി ഏതോ MPയെ കണ്ടിട്ട് അയാൾ എന്തോ മൊഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ട്. അതിനിടയ്ക്ക് ഈ ദേശീയ തലത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അതായത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടു. അമിത്ഷായെ കണ്ട ശേഷം പ്രധാനമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു അമിത്ഷായെ വീണ്ടും കാണാൻ പറഞ്ഞു. അങ്ങനെ അമിത്ഷാ എടുത്തു പോയി. അപ്പോൾ അമിത്ഷാ ഇന്നലെ പറഞ്ഞിരുന്നു ഇവരുടെ ജാമ്യം ഉറപ്പാക്കും, എതിർക്കത്തില്ല, NIA കോടതി പോട്ടെ, NIA ഒഫൻസ് ഇട്ട് അന്വേഷിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു മയം കാണിക്കുന്നുണ്ട്. NIA ഒഫൻസ് ഇട്ട് അന്വേഷിക്കത്തില്ല, അവിടെ പോട്ടെ, ജാമ്യത്തെ എതിർക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് പറയാം എന്ന് അമിത്ഷാ ഇന്നലെ പറഞ്ഞു. അതിനൊക്കെ ഞാൻ വായിച്ചു, എന്നൊക്കെ വായിച്ചു. മനോരമയിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. മനോരമയിൽ ഞാൻ ഇത് വായിച്ചു. എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അല്ല, ഹാരിസ് ബീരാനോടൊക്കെ പറഞ്ഞു, ഹാരിസ് ബീരാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരി, അങ്ങനെ അമിത്ഷാ പറഞ്ഞെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് അതിലൊരു വിയോജിപ്പുള്ളത് കൊണ്ടല്ലേ അമിത്ഷായെ വന്ന് കണ്ടത്? എന്നിട്ട് പിന്നെ പ്രധാനമന്ത്രിയെ കണ്ടത്. പ്രധാനമന്ത്രി അപ്പോൾ വീണ്ടും പറഞ്ഞു അമിത്ഷായെ പോയി വീണ്ടും കാണാൻ പറയുന്നു. അപ്പോൾ അതിനകത്ത് അത്ര ഒരു സുഖകരമായ നിലപാടല്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. കാരണം കേരളത്തിലെ BJPക്ക് ഇവിടെ സഭയെ ഒന്ന് സൂചിപ്പിക്കണമെന്നുണ്ട്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിക്ക് തൻ്റെ വോട്ട് ബാങ്ക് നിലനിർത്തണം, തൻ്റെ പാർട്ടിയുടെ താല്പര്യം നിലനിർത്തണം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ കാര്യം അറിയാമോ? അദ്ദേഹത്തിൻ്റെ ജാഷ്മാൽ ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ഏറ്റവും കൂടുതൽ മതം മാറ്റം നടക്കുന്ന സ്ഥലമാണ് ഈ അദ്ദേഹത്തിന്റെ മണ്ഡലം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാർച്ചില് നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതാണ്. ഒരു BJPയുടെ MLA തന്നെ ഈ മുഖ്യമന്ത്രി കുത്തുന്ന പോലെ തന്നെ അങ്ങയുടെ മണ്ഡലത്തിലാണ് ഇത് കൂടുതലും ഈ ഏർപ്പാട്. അദ്ദേഹത്തിന് നേരിട്ടറിയാം. മുഖ്യമന്ത്രിക്ക് ഛത്തീസ്ഗഡിൽ എന്താ നടക്കുന്നത് ആരെക്കാളും നന്നായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ മണ്ഡലം ആ ഭാഗത്ത് നിന്നുള്ളതാണ്. ഈ ധാരാളം NGOs, ക്രിസ്ത്യൻ NGOs അവിടെ 15 എണ്ണം ഉണ്ട് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തില്. ആ 15 എണ്ണത്തിൽ 9 എണ്ണവും ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് NGOs ആണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് മതം മാറ്റത്തിന് ഇറങ്ങി നടക്കുന്ന ആളുകളാണെന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മറ്റെന്ന് പറയുന്നത് ദുർഗിലെ MP BJP-യാണ്. അദ്ദേഹം ലോക്സഭയിൽ ഈ മതം മാറ്റം നടക്കുന്നുണ്ടെന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞു. KC വേണുഗോപാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഈ കേരളത്തിലെ സഭാ നേതൃത്വം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ BJP-യായിട്ട് ബന്ധപ്പെട്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിക്കാം, വേണ്ടത് ചെയ്യാം എന്ന നിലപാട് അറിയിച്ചു. അതിനുള്ള കാര്യങ്ങൾ നീക്കി. അസം BJP-യുടെ കാല് പിടിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഇതേ അച്ഛന്മാരിറങ്ങി രാജ്ഭവനിലേക്ക് മാർച്ച് വരെ നടത്തി BJP-യെ ആക്ഷേപിക്കുകയും ചെയ്തു. ഒരു ഇരട്ടത്താപ്പ് കേരളത്തിലെ സഭാ നേതൃത്വം കാണിച്ചിട്ടുണ്ട്, വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. പാമ്പ്ളാനി ഭീഷണിപ്പെടുത്തി, പമ്പളാനി ഭീഷണിപ്പെടുത്തി മറ്റേ അത് ക്ലിമ്മീസ് ഇങ്ങനെ പാമ്പ്ളാനിയുടെ ചായ കുടിച്ചോണ്ടല്ലേ BJP ഇപ്പം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. കേരളത്തിൽ BJPക്ക് സഭ വോട്ട് ചെയ്തില്ലെങ്കിലും കേന്ദ്രത്തിൽ BJP സർക്കാർ നിലനിൽക്കും. നാളെ ഇവർക്ക് തന്നെ ആവശ്യം ഉണ്ടാവും. ഇവര് തന്നെ പറയുന്നില്ലേ ഞങ്ങൾ 2% ഉള്ളൂ ഇന്ത്യയിൽ നിന്ന്, ഇല്ലേ? 2.1%, 2.2% ക്രിസ്ത്യാനികളുള്ളൂ, ഞങ്ങൾക്ക് മതം മാറ്റാനുള്ള പരിങ്ങൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഭീകരതയാണ് കാന്തമാൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത്. അല്ല, മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് ലവ് ജിഹാദിനെ എതിർക്കുന്നത്? എന്തിനാണ് അത്? അതെ, വാസ്തവം. ഒരു കാര്യമില്ലല്ലോ. മതം മാറ്റാനും മാറാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ലവ് ജിഹാദിനെ കേരളത്തിലെ ഹിന്ദു സംഘടനകളെക്കാൾ കൂടുതൽ എതിർക്കുന്നത് ക്രൈസ്തവ സഭയാണ്. ഞങ്ങൾ 2.2% ഉള്ളൂ, ഞങ്ങൾ മതം മാറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നോ എന്ന് ഇവർ ചോദിക്കുന്നതിന് എനിക്ക് മറുപടി ഉണ്ട്. അത് നന്നായിട്ട് ഈ മിഷണറി ചരിത്രം പഠിച്ചാൽ മതി. ഹിന്ദു സമൂഹത്തിലെ ഹിന്ദു മതത്തിൻ്റെ ആന്തരിക ശക്തി കൊണ്ട്
മതം മാറ്റാൻ കഴിഞ്ഞില്ല ഇവിടെ. അതല്ലേ കുറെ പേരെ അവിടെ ഇവിടെ. അതായത് നമ്മുടെ ഈ മൺട്രോ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന റെസിഡൻറ്റും ദിവാനുമായിരുന്ന കാലത്താണ് ഇവിടെ ധാരാളം മതം മാറ്റം നടന്നിട്ടുള്ളത്. പാളയത്ത് ആ CSI സഭയ്ക്കില്ലേ, LMS കോമ്പൗണ്ടൊക്കെ ഇല്ലേ, ആ പാളയത്ത് സ്ഥലമൊക്കെ കൊടുത്തൊക്കെ മൺട്രോ ഇല്ലേ. മൺട്രോ ഒരു ഭരണകൂടം തന്നെ മതം മാറ്റാനായിട്ട് നിലകൊണ്ടു തിരുവിതാംകൂറിൽ മൺട്രോയുടെ കാലത്ത്. അത് ചരിത്രത്തിലുണ്ടല്ലോ. കേരളത്തിലെ മഹാന്മാരായ ശ്രീനാരായണ ഗുരുദേവരെയും അയ്യങ്കാളിയും മതം മാറ്റാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അംബേദ്കർ മതം മാറ്റാനായിട്ട് ശ്രമം നടത്തിയില്ലേ, മുംബൈയിലെ ബിഷപ്പ്. അതെ, ഇതൊക്കെ ചരിത്രത്തിൽ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ക്രൈസ്തവ സഭ വെറുതെ അംഗം വെട്ടാൻ ഇറങ്ങരുത്. ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ശൗര്യാർ പിതാവിൻ്റെ കഥ പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഒരുപാട് ഹിന്ദുക്കൾക്ക് വേദനിക്കും. ശൗര്യാർ പിതാവ് ഗോവയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറാണ്. അതെ, ഗോവ ഇൻക്വിസിഷൻ്റെ കഥയൊക്കെ ഈ വീണ്ടും 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 സേവിയർ വന്ന് താനൂർ രാജാവിനെ മതം മാറ്റിയ കഥയൊക്കെ നമ്മൾ പക്ഷേ എന്താണ് ഗോവയിൽ നടന്നതെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞില്ല. ഒരുപാട് ഹിന്ദുക്കൾക്ക് അറിഞ്ഞുകൂടാതെ. അല്ല, ധാരാളം ഗൗഡ സാരസ്വത ബ്രാഹ്മണർ അവിടെ നിന്ന് വന്നവർ ഇവിടെ ഇല്ലേ, അതെ, കുടുംബികൾ അവിടെ നിന്ന് വന്നവരല്ലേ. എന്തുകൊണ്ട് അവർ വന്നു? അവരല്ലേ ഇവിടെ പപ്പടം കൊണ്ടുവന്നു. എന്തുകൊണ്ട് അവർ ഇവിടേക്ക് വന്നു എന്നത് ക്രൈസ്തവ സഹോദരങ്ങൾ ആലോചിക്കണം. എന്നിട്ട് വേണം വീരവാദം മുഴക്കാൻ. ഇതെന്നൊക്കെ വലിച്ച് വീണ്ടും പുറത്തോട്ടിട്ടാൽ വല്ലാതെ മോശമാകും. വളരെ മോശമാണ്. കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്തും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ഇന്നത്തെ സംസാരമല്ലല്ലോ അന്ന്. അതെ, ഞങ്ങൾ മതം മാറ്റി കളയും എന്ന് പറഞ്ഞു. ഗോവയിൽ ഈ പറഞ്ഞത് മുഴുവൻ പീഡനായിരുന്നില്ലേ, അതെ, ഇൻക്വിസിഷൻ. നമ്മൾ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം കേരളത്തിൽ ലോകത്തെമ്പാടും ഇന്ന് ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു സമുദായം ക്രൈസ്തവ സമുദായമാണ്. അവർക്ക് അവരുടെ പള്ളികൾ നഷ്ടപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പള്ളികൾ മദ്യശാലകളായി മാറുന്നു. അവർ പണ്ടുണ്ടായിരുന്ന ലെബനോണും സിറിയയും അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ തോതിൽ ഇവർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു. കോങ്കോയിൽ കഴിഞ്ഞ ദിവസം 38 വരെ കൊന്നു. അപ്പോൾ ഇവർ മതം മാറ്റി ക്രൈസ്തവരായവരെ മുഴുവൻ ഇസ്ലാം കൊണ്ടുപോയി. ഇതാണ് വസ്തുത. അപ്പം ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ക്രിസ്ത്യാനിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അതിനെ ചെറുക്കാൻ ആ സമയത്ത് അവർക്ക് ശരിക്കും സൗഹൃദം ഉണ്ടാകേണ്ടത് ഹിന്ദുക്കളുമായിട്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അങ്ങോട്ട് ആക്രമിക്കാനൊന്നും പോയിട്ടില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ശത്രു. ഒന്നും വിവരമുള്ള ക്രൈസ്തവർക്ക് അറിയാം. അല്ലാതെ കുട്ടികളെ പിടിച്ച് മതം മാറ്റി അങ്ങനെ ജനസംഖ്യ കൂട്ടാൻ ശ്രമിച്ചാലൊക്കെ പാഴ്വേലയാണ്. നാളെ അതിനെയൊക്കെ ഇസ്ലാം കൊണ്ടുപോകും. ചെറുത്ത് നിൽക്കുക. ഹിന്ദുവും ക്രിസ്ത്യാനിയും തോളോട് ചേർന്ന് നിൽക്കേണ്ടുന്ന സമയമാണിത്. ഇത് മറന്നുകൊണ്ട് UDFനോ LDFന് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. LDF വെറുതെ കിടന്ന് ചാടുക. UDFനെ സഹായിക്കാൻ വേണ്ടി LDF സംസാരിച്ചു തുടങ്ങിയ പിന്നെയും ഫ്ലോറി എന്ന് പറഞ്ഞ ഒരുപാട് കഥയുണ്ട്. അല്ല, UDFന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ മറന്നുകൊണ്ട് ദയവായി ക്രൈസ്തവ സമൂഹം ഈ അച്ഛന്മാരുടെ തെളിയിക്കുന്ന ഈ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.